ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വ്യാജ ആൾദൈവങ്ങളും അവരെ വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരും. സോറി, ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടോ, നമ്മുടെ ഈ കലിയുഗത്തിൽ കൽക്കി അവതാരം എടുക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൽക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണാം. നമുക്ക് കണ്ടു നോക്കിയല്ലോ ആ വീഡിയോ. കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തിന്റെ രൂപം ഇപ്പൊ ഇതായിട്ടാണ് വെച്ചിരിക്കുന്ന പൂർണ്ണ അവതാരം. ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണ അവതാരത്തിൽ എത്താൻ പറ്റൂ. ഇതാണ് കൽക്കിയുടെ രൂപം ഇതാണ്. ഇതിൽ ശില കൊത്തണം എന്നാണ് കൊത്തണം. ഇതിൽ ക്ഷേത്രം പണിയണം, ഏക്കർ കണക്കിനുള്ള സ്ഥലം വാങ്ങണം, അതില് കൽക്കി ആയിട്ടിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ലേഡി പറയുന്നത് ഇവരോട് ഭഗവാൻ പറഞ്ഞു, എന്ത്, നിങ്ങളുടെ സ്വന്തം രൂപം തന്നെയാണ് കൽക്കിയുടെ രൂപം, അതായത് നിങ്ങൾ തന്നെയാണ് കൽക്കി, പൂർണ്ണ അവതാരം എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണ അവതാരം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ രൂപം ശിലയിൽ കൊത്തണം, ഏക്കർ കണക്കിന് സ്ഥലം മേടിക്കണം, ക്ഷേത്രം പണിയണം, അതിലിവരെ കൽക്കിയിട്ടിരുത്തണം. എത്ര കാലമായി ഇവർ ഈ പണിയും കൊണ്ട് നടക്കണമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ ശക്തി ഉണ്ടെന്ന് ഇവർ പറയുന്ന വീഡിയോ തന്നെ നമുക്ക് കണ്ടു നോക്കാം. അത്ര പവർ നിൽക്കുമല്ലേ അല്ലേ? പവറാണ്. അപ്പോൾ ഒരാൾക്കും തൊടാൻ പറ്റൂല. അത് ഇല്ല, ഈ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് 4 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് വരെ തൊടാം, എനിക്ക് അങ്ങോട്ടും തൊടാം ഇങ്ങോട്ടും തൊടാം. പക്ഷെ ഈ ബുക്കിന് ഭഗവാൻ ബുക്ക് എഴുതാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്കെല്ലാം ഞാൻ കൊടുക്കുന്നത് തൊട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹീലിംഗ് പവർ ഞാൻ കൊടുക്കുന്നത് തുടക്കത്തിൽ ഒരു 15 വർഷം കൊണ്ടേ ഭഗവാൻ എനിക്കിത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു 8 വർഷത്തിൽ കൂടുതലായി ഞാൻ പുറത്തിറങ്ങിയിട്ട്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 4 വർഷമാകും പോകുന്നു. ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ്. അവിടെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു. ഈ സൗണ്ട് എല്ലാം ഭഗവാന്റെതാണ്. ഭഗവാൻ പറഞ്ഞു പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു 12 ആയപ്പോഴത്തേക്കും 2012 ആയപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു, നീ ആണ് കൽക്കി, പറയണം 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 എന്ന്. അപ്പൊ ഈ 12 വർഷം ആയപ്പോഴത്തേക്ക് ഇരിക്കാം തുടരുത്, തൊടാൻ പാടില്ല. അപ്പം പറഞ്ഞു, കൽക്കി നീയാണ് അവതാരം, നീ കൽക്കി അവതാരമാണ്, അതുകൊണ്ട് നീ പുറത്തിത് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വഴികളൊന്നുമില്ല. നിങ്ങൾക്ക് ദോഷമായിട്ട് വരും, പൊള്ളും. ഇപ്പം നിങ്ങൾക്കത് തോന്നൂല. പിന്നെ നിങ്ങൾക്ക് എന്നെ തൊടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പൊള്ളലായിട്ട് തോന്നൂല. പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ ബന്ധുണ്ടേ നടക്കും. ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ തന്നെ കൂടുതൽ സൂക്ഷിക്കും. അന്ന് ഇതിന്റെ കാര്യം അറിയത്തില്ലായിരുന്നല്ലേ? അറിഞ്ഞൂടാ. പിന്നീടാണ് പറഞ്ഞത് ഭഗവാൻ ഇങ്ങനെ. അതിനുശേഷം ഞാൻ പുറത്തു ഇറങ്ങിയിട്ടില്ല, എന്നെ ആരെയും തൊടാനും സമ്മതിച്ചിട്ടില്ല. അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ചോദിച്ചാൽ അതിന് പ്രായച്ചിത്തം ചെയ്യണം. ഇതിൽ പറയുന്നത് ഇവരെ തൊടാൻ പാടില്ല, കുറെ കാലമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് എങ്ങനെയാവോ കാര്യങ്ങളൊക്കെ നടക്കണത്. അല്ല, എന്തിനെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? എനിക്കറിയാൻ പാടില്ല. ഭഗവാൻ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ആരും തൊടാൻ പാടില്ല, നിങ്ങളും ആരും തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും. അപ്പം പൊള്ളില്ലെങ്കിലും പിന്നെ ചൂടെടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഓടി നടക്കുമെന്നാണ് പറയുന്നത്. ചിരിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഇവർ ബുക്ക് എഴുതുന്നതാണ് പറയുന്നത്. ഈ ബുക്കിലത്തെ വരികൾ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? വായിച്ചോട്ടെ അമ്മേ. ഞാനൊന്ന് എന്തായാലും അമ്മയുടെ എഴുതിയ വരികൾ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഹിമാലയത്തിൽ ഹിമമുണ്ട്, പൂവിനുള്ളിൽ തേനുണ്ട്, കരളിനുള്ളിൽ കനിവുണ്ട്, കല്ലിനുള്ളിൽ തീയുണ്ട്. ഭയങ്കര വരികളാണല്ലോ ഇത്. ഹിമാലയത്തെ പറ്റിയുള്ള പാട്ടല്ലേ? ജലത്തിനുള്ളിൽ വൈദ്യുതിയുണ്ട്, കാറ്റിനുള്ളിൽ വൈദ്യുതിയുണ്ട്, മനസ്സിനുള്ളിൽ ഈശ്വരനുണ്ട്, പാലിനുള്ളിൽ തൈരുണ്ട്, മോരുണ്ട്, നെയ്യുണ്ട്. എല്ലാം ഭയങ്കര ഭാവനയാണല്ലോ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നതാണ്? വയലാർ എഴുതും ഇതുപോലെയുള്ള വരികള്. അതുപോലെ തന്നെ സോറി സുഹൃത്തുക്കളെ, എൻ്റെ ചിരിവള്ളി പൊട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ ശക്തികളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർക്ക് ആ ശക്തി അവരെ മേത്ത് വരുന്നത് നമുക്ക് നോക്കാം. മറ്റുള്ള ഭാവങ്ങൾ അവസരത്തിനനുസരിച്ചാണ് വരുന്നത്. പറഞ്ഞപ്പോഴേ വിഷയം മാറി. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ പ്രപുള്ളി ഉദ്ദേശിക്കുന്നു. ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ കത്തി എരിഞ്ഞോട്ട് അയാൾക്ക് തോട്ട് വീട്ടിലും
പെന്നിലേക്ക് ഇച്ചിരി ഇച്ചിരി ഇത് ചൊരിയുമ്പോ എനിക്ക് പവർ ചൊരിയമ്മേ. ചൊരി എന്റെ ദേഹത്തിൽ അനുവാദം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. ഭഗവാന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാം. കുറച്ചുകൂടെ മാറിയിരിക്കാം. അമ്മ പേടിച്ചു പോയില്ല. വീഴും കേട്ടോ, തളരും, വീഴും. അയ്യേ ഇവരെന്തേ കാട്ടുന്നത്? എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള ആളാണ്, അവരിങ്ങോട്ട് അടുപ്പിക്കില്ലേ തോന്നുന്നുണ്ട്. അത് അവർ ജീവനം കൊണ്ട് ഓടിയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വയ്യ, ശരിക്കും കൺട്രോൾ ചെയ്യാൻ വയ്യ. ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള വ്യാജന്മാരെടുത്ത് തല വെച്ച് കൊണ്ട് കൊടുക്കരുത്. നമ്മൾ മണ്ടന്മാരാവരുത് ദയവ് ചെയ്തിട്ട്. ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതാവും. അതിലിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടാ സുഹൃത്തുക്കളെ. ഈ ലേഡീനെ ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്ന മച്ചാൻ വട്ടത്തിലും നീളത്തിലൊക്കെ ഈ പെണ്ണിനെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കോട് അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.